നമസ്കാരം. പേരാമ്പ്രയിൽ നടന്നത് ഒരു വോട്ടിംഗ് അട്ടിമറി ശ്രമം തന്നെയാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു അട്ടിമറി ശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സ്ട്രോങ് റൂം പരിസരത്താണോ ഒരു പോൾ ചെയ്ത വോട്ടിന്റെ മെയിൽ വോട്ട്, ഫീമെയിൽ വോട്ട്, പ്രവാസി വോട്ടുകളൊക്കെ പരിശോധിക്കേണ്ടത്? ഇലക്ഷൻ ചരിത്രത്തിൽ ആദ്യമായി ഇതാ എത്രയോ തവണ മത്സരം ജയിച്ച ആളാണ് രാഘവടിക്കുന്നുണ്ട്. ഒരു തവണ പോലും ഇതിന്റെ ഏരിയയിൽ മെറ്റീരിയൽ റൂം വെച്ചിട്ടില്ല, മെറ്റീരിയൽ റൂം തുറന്നിട്ടില്ല. മാത്രമല്ല പോളിംഗ് കഴിഞ്ഞ് സ്ട്രോങ് റൂമിൽ ബാലറ്റ് പെട്ടി വെച്ച് എല്ലാ ഏജന്റുമാരും ഒപ്പിട്ടതിന് ശേഷം എന്ത് വെരിഫിക്കേഷൻ? ഇത് പേരാമ്പ്ര ആറോയുടെ അട്ടിമറി ശ്രമമാണ്. ഇതെല്ലാം എടുത്തുകൊണ്ട് സംശയിക്കുന്നു. ഞങ്ങൾ കലക്ടറെ കണ്ടിട്ട് ഇത് ഗൗരവമായി അവതരിപ്പിക്കാൻ പോവുകയാണ്. ഏതായാലും അട്ടിമറിക്കുള്ള ശ്രമം ആരംഭിച്ചു എന്നുള്ള കാര്യത്തോട് തർക്കമില്ല. അതായത് സാധാരണഗതിയിൽ ബന്ധപ്പെട്ടവരെല്ലാം ഒപ്പുവെച്ച് അത് സീല് ചെയ്ത് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ, കാവൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് വോട്ടെണ്ണൽ എന്നാണോ അന്നാണ് ആ സ്ട്രോങ് റൂം തുറക്കുന്നത്. അതിനു മുമ്പ് സ്ട്രോങ് റൂമിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് പരിശോധിക്കേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. അതാണ് സത്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ 2026 തെരഞ്ഞെടുപ്പിൽ അതൊന്നുമല്ല ചില പ്രത്യേകത. വോട്ടിംഗ് ശതമാനം ഇതുവരെ കൃത്യമായി വന്നിട്ടില്ല. വോട്ടെടുപ്പ് അത്ര കണ്ടങ്ങോട്ട് സുതാര്യമായിരുന്നിട്ടില്ല. മാത്രമല്ല ഇപ്പൊ കുത്തി തുറന്നിട്ട് തിരിമറി നടത്താനുള്ള ശ്രമവും. എനിക്ക് തോന്നുന്നത് അനീതി അത് കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായി ഇടപെടാൻ കഴിയുന്ന ജനപ്രതിനിധികളാണ് ഇവിടെ നമുക്ക് വേണ്ടത് എന്നാണ്. ഇവിടെ മത്സരിച്ചിട്ടുള്ളത് UDFന്റെ സ്ഥാനാർത്ഥികൾ മാത്രമല്ല, LDFന്റെ BJPന്റെ ഒക്കെ സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. എന്നാൽ പേരാമ്പ്രയിൽ അടക്കം ഇത്തരത്തിലുള്ള കുത്തിത്തിരിക്കൽ നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും ആരായാലും വരുമ്പോൾ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായാലും ആരായാലും വരുമ്പോൾ അതിനെതിരെ അരുത് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ഇവിടെ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്നതാണ് ഇതിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പ്രതിഷേധവും അല്ലെങ്കിൽ പ്രതികരണവും നടത്തി വരുന്ന CPM ഇതിനെക്കുറിച്ച് മിണ്ടാത്തത്? ഇവിടെ ഇങ്ങനെ ഇവർ തുറന്ന് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാന്ന് പറയുമ്പം എൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ മറ്റൊരു പ്രതിനിധിയോ ഇവിടെ ഇല്ല. അപ്പം ഒരാളെ ഇമ്മീഡിയറ്റ്ലി ഒന്ന് ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ആൾ ഇവിടെ എത്തിയത്. ആറോനെ ഞാൻ നേരത്തെ ഫോണിലൂടെ വിളിച്ച് പറഞ്ഞതാണ്, ഞങ്ങളെ സമ്മതമില്ലാതെ, ഞങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ നിങ്ങൾ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഇത് നിങ്ങൾക്കറിയാം സ്ട്രോങ് റൂമാണ്. ഈ സ്ട്രോങ് റൂമിൻ്റെ പരിസരത്ത് ഇതിന് മുമ്പ് ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് സ്ക്രീൻ കാണാം, ഇതിനകത്തേക്ക് പ്രവേശനമില്ല എന്ന്. ഞാൻ പറഞ്ഞു അകത്തേക്ക് പ്രവേശനം ഉണ്ടല്ലോ, എന്തുകൊണ്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പോയതാ. ഇന്ന് വന്നപ്പോഴും അതേപോലെ തന്നെ 2-3 തവണ ഇവിടെ തടഞ്ഞു. അല്ല എനിക്ക് ഒരു വിശദീകരണവും ഇല്ല. ഒരു വിശദീകരണം മെയിൽ ഇവിടെ മെയിലില് ഇല്ല, ചീഫ് ഏജന്റിനെ അറിയിച്ചിട്ടില്ല. ചീഫ് ഏജന്റിനോടോ എന്നോടോ അറിയിച്ചിട്ടില്ല. മെയിലിൽ അതായത് ഇവിടെ ഓപ്പൺ ചെയ്തു എന്ന് പിന്നെ അവര് എല്ലാം അതിനകത്ത് എത്തി എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ കാറ് ക്ലോസ് ചെയ്യുന്ന സമയത്താണ്, ഓഫ് ചെയ്യുന്ന സമയത്താണ് മെയിൽ വരുന്നത്. ഇവിടെ എത്തിയ സമയത്ത് തുറക്കാൻ പോവാണ് എന്നുള്ളത് ഓൾറെഡി തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണേ വരാം അല്ലെങ്കിൽ വരണ്ട എന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ ആ ഒരു മെയിൽ ഫോർ വെരിഫിക്കേഷൻ അത്ര മാത്രം. ഇല്ല തുറന്ന റൂമിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് സ്ട്രോങ് റൂം. Different angles. Don't forget to subscribe and support this channel.